ഇബ്നു റജബുൽ ഹംബലി റളിയല്ലാഹു തആല തങ്ങൾ ലതായിഫുൽ മിനൽ പറയുന്നത്, പൂർവികർ ഒരു വർഷം മുഴുവനും അവരുടെ ചിന്ത റമദാൻ 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 കഴിഞ്ഞാൽ റബീഉൽ അവ്വൽ വരെയും റബ്ബേ ഞങ്ങൾ റമദാൻ സ്വീകരിക്കണേ സ്വീകരിക്കണേ, ഞങ്ങൾ ചെയ്ത ആരാധനകൾ ഇബാദത്തുകൾ നീ കബൂലാക്കണേ. റബീഉൽ അവ്വൽ കഴിഞ്ഞ് പിന്നെ റമദാൻ വരെ 6 മാസക്കാലം ഞങ്ങൾക്ക് റമദാനെ സ്വാഗതം ചെയ്യാൻ തൗഫീക്ക് നൽകണേ എന്നായിരുന്നു പൂർവികർ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ, സ്വാലിഹ്യങ്ങൾ നടത്തിയിരുന്ന പ്രാർത്ഥനകൾ. എന്താണിതിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം? ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം അതാണല്ലോ. ഹൃദയത്തിൻ്റെ വിചാരങ്ങളും വികാരങ്ങളും എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത്? ഖുർആൻ നമ്മോട് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. കേട്ടും അടുത്ത ആയത്താണ്, എല്ലാവർക്കും മനഃപ്പാടമാണ്, അർത്ഥം പറഞ്ഞ് ആവർത്തിക്കുന്നില്ല. എന്താണ് തഖ്വ? എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കുന്നു. അവിടെ ഇത്തഖുല്ലാ എന്ന് പറഞ്ഞ പകരം ഊസീക്കും ഇബാദല്ലാഹ്, ഊസീക്കും വനഫ്സി ബിത്തഖ്വല്ലാഹ്. എന്താണ് വസിയ്യത്ത്? ഫൈനൽ വേർഡ് എന്നാണ് വസിയ്യത്തിൻ്റെ അർത്ഥം. അഥവാ ഏത് ധിക്കാരിയായ മകനും വാപ്പ പറഞ്ഞതൊന്നും കേൾക്കാത്ത മകൻ, എതിർ ചെയ്യുന്ന മകൻ, വാപ്പ മരണാസന സമയത്ത് മകനെ വിളിച്ചു പറയുകയാണ്, മോനെ ഞാൻ മരിച്ചാൽ നീ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, ഇന്നൊന്നോ രണ്ടോ മൂന്നോ വസിയത്ത് ചെയ്താൽ ആ മകൻ വാപ്പ മരിക്കാൻ നേരത്തെ എന്നോട് പറഞ്ഞ വാക്കാണ്, വാപ്പയുടെ അവസാന വാക്കാണ്, അതെനിക്ക് ഒഴിവാക്കാൻ പറ്റൂല, അത് ഞാൻ എന്തായാലും ചെയ്യുമെന്ന് പറയാറുണ്ടല്ലോ. അതാണ് വസിയ്യത്ത്, ഫൈനൽ വേർഡ്, അവസാനമായി പറയുന്നത്. എന്നാൽ ഒരു മുസൽമാനോട് അവസാന വാക്ക്, ഫൈനൽ വേർഡ് ഇത്തഖുല്ലാഹ്. എന്താണ് തഖ്വ? മഹാൻ അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല തങ്ങളോട് തഖ്വയുടെ വിവക്ഷ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്, അൽ ഖൗഫു മിനൽ ജലീൽ വൽ അമലു ബിത്തൻസീൽ വൽ ഖനാഅതു ബിൽ ഖലീൽ വൽ ഇസ്തിദാദു ലിയൗമിർ റഹീൽ. എന്തൊരു വാക്കാണ്, എന്തൊരു സാഹിത്യമാണ്. അത്തഖ്വ അൽ ഖൗഫു മിനൽ ജലീൽ. ഏത് പറയുമ്പോഴും ചിന്തിക്കുമ്പോഴും കേൾക്കുമ്പോഴും ഏതൊരു മുഅ്മിനായ മനുഷ്യനിൽ നിന്ന് എന്ത് ചെയ്യുമ്പോഴും അൽ ഖൗഫു മിനൽ ജലീൽ. ഒന്ന് മനസ്സ്, തൻ്റെ ചിന്ത, തൻ്റെ ഹൃദയം പൂർണ്ണമായും നിയന്ത്രിക്കാൻ കഴിയണം. ഇതെനിക്ക് പറയാൻ പറ്റുമോ? പറഞ്ഞാൽ അപകടം സംഭവിക്കുമോ? മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നത്, ഏത് കാര്യം പറയുമ്പോഴും 8 കാര്യങ്ങൾ ചിന്തിക്കണം. ഇത് പറയണോ പറയണ്ടേ? ഇതാരാണ് പറയേണ്ടത്? ആരോടാണ് പറയേണ്ടത്? എപ്പോഴാണ് പറയേണ്ടത്? എങ്ങനെയാണ് പറയേണ്ടത്? എങ്ങനെ തുടങ്ങണം? പറഞ്ഞാൽ കിട്ടുന്ന ഗുണമെന്ത്? പറഞ്ഞില്ലെങ്കിലുള്ള ദോഷമെന്ത്? നാശങ്ങളായ നാശങ്ങളൊക്കെയും വാക്കുകളിൽ നിന്നാണ്. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു തആല കിതാബ് ആഫാത്തിൽ ലിസാൻ 30 വലിയ ദോഷവശങ്ങൾ നാക്കിലൂടെ പറയുന്നുണ്ട്. മനുഷ്യ ശരീരത്തിൽ നിന്ന് വിസർജിക്കുന്ന എല്ലാ വിസർജന വസ്തുക്കളും അറക്കപ്പെടുന്നതും വറക്കപ്പെടുന്നതുമാണ്. കണ്ണിൽ വരുന്ന ഈര് ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? മൂക്കിൽ നിന്ന് വരുന്നത്, കാതുള്ള ചെപ്പികൾ, അങ്ങനെ
മറ്റ് പറയേണ്ടതില്ലല്ലോ. വുളു മുറിയുന്ന വസ്തുക്കളൊക്കെ, വായിൽ നിന്ന് വരുന്ന നീര് ഒന്ന് മാത്രം നന്നായാൽ ഇത്ര മാത്രം നല്ലതൊന്നുമില്ല. വെടക്കായാലോ ഇത്ര വെടക്ക് മറ്റൊന്നുമില്ല. അഥവാ തൻ്റെ വാക്ക്. ഇന്ന് വളരെ പ്രഗത്ഭനായ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞത് വാക്കുകളുടെ സ്വാധീനത്തെക്കുറിച്ച് ഞാൻ അപ്പം ഖുർആൻ ഓതി കൊടുത്തു. ഖൗലുൻ മഅറൂഫുൻ ഖൈറും മിൻ സദഖത്തിൻ യത്ബഉഹാ. നല്ല നല്ല വാക്ക്, ഇത്ര സുന്ദരമായ വാക്ക്, സുന്ദരമായ പദപ്രയോഗങ്ങൾ, അതിനേക്കാൾ നല്ലതായ ഒന്നും ലോകത്തില്ലേയില്ല. എന്നാലോ വാക്കിനേക്കാൾ ഉപദ്രവകാരിയായ ഒന്നും ലോകത്തില്ല. ഖുർആനിൽ ഒരു പ്രത്യേക അധ്യായമാണല്ലോ സൂറത്തുൽ ലുഖ്മാൻ. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ നീഗ്രോ വർഗക്കാരനായിരുന്നു, അടിമയായിരുന്നു, പരമദരിദ്രനായിരുന്നു, ആർക്കും വേണ്ടാത്തവരായിരുന്നു. പക്ഷേ ലോകത്തെല്ലാ മതവിഭാഗങ്ങളും ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ ആദരിക്കുന്നു. ഖുർആനിലൊരു അധ്യായം തന്നെ സൂറത്തുൽ ലുഖ്മാനാണ്. എന്തേ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ ഇത്രമാത്രം ആദരിക്കാൻ കാരണം? അടിമയായി നിൽക്കുന്ന സമയത്ത്, അടിമ എന്ന് പറഞ്ഞാൽ സർവൻ്റ്, വേലക്കാരൻ എന്നല്ല അർത്ഥം. മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന കന്നുകാലികളെപ്പോലെ കാശ് കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് പണ്ട് കാലങ്ങളിൽ അടിമത്വം ഉണ്ടായിരുന്നു. ഇസ്ലാം അത് നിർമ്മാർജ്ജനം ചെയ്ത് കൊണ്ടുവന്നതാണ്. കാശ് കൊടുത്ത് വാങ്ങുന്നതാണ് അടിമ എന്ന് പറയുന്നത്. അങ്ങനെ യജമാനൻ്റെ മുമ്പിൽ യജമാനൻ ഒരു മൃഗത്തെ കന്നിനറുത്തു. ഇതിലേറ്റവും ഇഷ്ടപ്പെട്ട 2 ഭാഗങ്ങൾ ടേബിൾ വെക്കാൻ കൽപ്പിച്ചു. അതിൻ്റെ ഹൃദയം നാക്കുമാണ് എടുത്തു വെച്ചത്. മറ്റൊരവസരത്തിൽ കന്നിനറുത്ത് ഏറ്റവും മോശപ്പെട്ട 2 ഭാഗം വെക്കാൻ വേണ്ടി അപ്പോഴും വെച്ചത് ഈ നാക്കും ഹൃദയവും തന്നെയാണ്. എന്താ നീ എന്നെ കളിയാക്കുകയാണോ? ഏറ്റവും നല്ലത് വെക്കാൻ പറഞ്ഞപ്പോൾ വെച്ച അതേ സാധനം തന്നെ ഏറ്റവും മോശപ്പെട്ടതാകുന്നത് എങ്ങനെ? അപ്പോൾ ലുഖ്മാൻ ഹക്കീം തന്നെ പറഞ്ഞിരുന്നു, നന്നായാൽ ഇത്രത്തോളം നല്ല സാധനം വേറെയില്ല, വെടക്കായാലോ ഇത്രത്തോളം മോശം വേറൊന്നുമില്ല. ആ ഒരൊറ്റ മറുപടിയാണ് ആ യജമാനെ സന്തോഷിപ്പിക്കുകയും അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വതന്ത്രനായി മാറി. പിൽക്കാലങ്ങളിൽ ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹുവിൻ്റെ ക്ലാസ്സുകളിൽ ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുമായിരുന്നു. അപ്പം നാക്കുകൊണ്ട് പറയുമ്പോൾ അത് ആരാ പറയേണ്ടത്? വാപ്പയോട്, ഉമ്മയോട്. മക്കൾ പറയുമ്പോൾ എനിക്ക് പറയാൻ അർഹതയുണ്ടോ? തെറ്റാണെന്നറിയാം, പക്ഷെ ഞാനല്ല പറയേണ്ടത്. അത് വാപ്പയുടെ വാപ്പയുണ്ടെങ്കിൽ, ഉമ്മയുടെ ഉമ്മയുണ്ടെങ്കിൽ സൗഹൃദ ബുദ്ധിയ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി അവരെ കൊണ്ട് പറയിപ്പിച്ചാൽ എത്ര നന്നായിരിക്കും. മക്കളോട് പറയും പോലെയല്ല വാപ്പയോട് പറയേണ്ടത്. മക്കളോട് പറയുമ്പോഴും ഒരു കലക്ടർ ക്ലർക്കിനോട് പറയും പോലെയല്ല ക്ലർക്ക് കലക്ടറോട് പറയേണ്ടത്. വളരെ ബഹുമാന പുരസ്സരം, ആദരവോടെ പറയണം. കുട്ടിയോട് പറയുമ്പോൾ സ്നേഹത്തോടു കൂടെ പറയണം. ഒരു ഗ്ലാസ് ചായ എടുക്ക് എന്ന് തൻ്റെ കൂട്ടുകാരനോട് പറയാറുണ്ടെങ്കിൽ അതിനൊരിക്കലും ശരിയല്ല, ആരോടും പാടില്ല. പക്ഷെ കൂട്ടുകാരൊക്കെ അങ്ങനെ പറഞ്ഞെങ്കിലും ഒരു വാപ്പയോട് ഉമ്മ ദാഹിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഉമ്മ തിരിയല്ലോ വെള്ളം. മോനെ എന്താ വേണ്ടതെന്ന് ചോദിക്കല്ലോ. ഉമ്മ ഒരു ഗ്ലാസ് വെള്ളം എടുക്കി. ഉമ്മയെ അടിമയാക്കലല്ലേ, എത്രമാത്രം മോശപ്പെട്ട കാര്യമാണ് ചെയ്യുന്നത്. വാപ്പ ഇന്ന് സ്കൂളിൽ എക്സാം ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ വാപ്പ കാശ് തരണമെന്ന് പറയുന്നതിന് പകരം വാപ്പ സ്കൂളിൽ എക്സാം ഉണ്ട് എന്ന് പറയുമ്പോൾ വാപ്പ ചോദിക്കണം, മോനെ എനിക്ക് എന്താ വേണ്ടത്? അവിടെയൊക്കെയാണ് ഇനി വാപ്പ മോനോട് പറയുമ്പോൾ, മോനെ എൻ്റെ പരീക്ഷയാണ്, ഈ ശരിക്കും ശ്രദ്ധിച്ചോ. ആ പേടിപ്പിക്കുന്ന വാക്കുകളൊക്കെ നിർത്തിയിട്ട് ഈ ഒട്ടും പേടിക്കണ്ട മോനെ,
ഈ വിജയിക്കാൻ വേണ്ടി നന്നാക്കി ദ്വാരക്കുന്നുണ്ട്. എനിക്ക് ഉറപ്പാണ് നീ വിജയിക്കുമെന്നത്. ആ ഒരു കോൺഫിഡൻസ് വാപ്പ മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ, അങ്ങനെ ഞാൻ ആ ഭാഗം വലിയൊരു അധ്യായമാണ്, ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. അപ്പോൾ അൽ ഖൗഫു മിനൽ ജലീൽ, ഒന്ന് എന്ത് പറയുമ്പോഴും കേൾക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും അർഹമുർ റഹീമായ റബ്ബിനെ പേടിച്ചായിരിക്കണം. അൻതറ റബ്ബക കഅന്നക തറാഹ് വഇല്ലം തറ ഫഇന്നഹു യറാക്. നീ റബ്ബിനെ കാണുന്നില്ലെങ്കിലും റബ്ബ് നീ പറയുന്നതും കാണുന്നതും കേൾക്കുന്നതെല്ലാം റബ്ബ് അറിയുന്നുണ്ട് എന്ന ഉത്തമ ബോധത്തോടുകൂടെ. അത് തഖ്വയുടെ ഒരു പാർട്ട് മാത്രമാണ്. മഹാനല്ലാമ ഖുശൈരി റളിയല്ലാഹു തആല തങ്ങളോട് വന്യരായ ഗുരു ഒരവസരത്തിൽ പറഞ്ഞു, ആരും കാണാത്ത ഒരു ചെറിയ പക്ഷിയെ കൊടുത്തിട്ട് എല്ലാവരുടെ കയ്യിലും ആരും കാണാത്ത സ്ഥലത്ത് പോയി അറുത്ത് കൊണ്ടുവരണം. ശിഷ്യന്മാരെല്ലാവരും അറുത്ത് കൊണ്ടുവന്നു. എല്ലാം ആ ഖുശൈരി തങ്ങൾ മാത്രം ആ കൊടുത്ത പക്ഷിയുമായി തിരിച്ചു വന്നു. എന്തേ? കാരണം എല്ലാം ആ ഖുശൈരി തങ്ങളോട് അവരുടെ ഉസ്താദിന് ഒരു പ്രത്യേക സ്നേഹം കണ്ടപ്പോൾ കുട്ടികൾക്കൊക്കെ സംശയം, എന്താ ഇവരോട്? അപ്പോൾ ആ സംശയ ദൂരീകരണത്തിനാണ്. ഒരു മാത്രം ഒരു പറഞ്ഞു, ആരും കാണാത്ത സ്ഥലത്ത് കൊണ്ട് ഇറക്കാനില്ല. പറഞ്ഞു, ഞാൻ ആരും കാണാത്ത സ്ഥലം കാണുന്നില്ല, അള്ളാഹു കാണൂലേ, അള്ളാഹു അറിയില്ലേ. അപ്പം മഹാനായ അല്ലാമ ഖുശൈരി തങ്ങളുടെ ഉസ്താദ് പറഞ്ഞു, അപ്പം തിരിഞ്ഞോ, ഞാൻ എന്തുകൊണ്ടാണ് മകനെ ഏറ്റവും ശ്രദ്ധിക്കുന്നു, ശിഷ്യനെ ശ്രദ്ധിക്കുന്നു എന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ മേഖലകളിലും അൽ ഖൗഫു മിനൽ ജലീൽ, ജലീലായ റബ്ബിനെ പൂർണ്ണമായും പേടിക്കുക. ആ ജീവിതം, അത് നമ്മുടെ ഹൃദയം പൂർണ്ണമായും സംസ്കരിച്ചെടുക്കാൻ. ഹൃദയം സംസ്കരിച്ചെടുത്താൽ അത് ട്രാൻസ്ഫോമറാണ്. ബാക്കി എല്ലാ ഭാഗങ്ങളും അതുമായി കണക്റ്റഡാണ്. കണ്ണാണെങ്കിലും കാതാണെങ്കിലും നാക്കാണെങ്കിലും മൂക്കാണെങ്കിലും എല്ലാം, പിന്നെ മറ്റെല്ലാ കാര്യങ്ങളും ഒക്കെ ആയിക്കൊള്ളും. രണ്ടാമതായി പറഞ്ഞത് വൽ അമലു ബിത്തൻസീൽ, പരിശുദ്ധമായ ഫുർഖാനുൽ അളീം. അല്ലാഹും റസൂലും എന്താണോ കൽപ്പിച്ചത് അത് മുഴുവൻ ജീവിതത്തിൽ പകർത്തുക. നമ്മോട് ഇസ്ലാം കൽപ്പിക്കുന്നത് ആകെ പ്രായപൂർത്തിയും ബുദ്ധിമെത്തിയ ഒരാളോട് 5 വക്ത് നിസ്കാരം കൃത്യമായി നിസ്കരിക്കുക. അതിൽ ഒരു വിട്ടുവീഴ്ചയും ഒരാൾക്കുമില്ല. റമദാൻ മാസത്തിൽ നോമ്പ് ഒരു കൊല്ലത്തിലൊരു മാസം മാത്രമല്ലേ കൽപ്പിക്കുന്നുള്ളൂ. സക്കാത്ത് സമ്പന്നോട് മാത്രമല്ലേ ഉള്ളൂ. ഹജ്ജ് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സമ്പത്ത് കൊണ്ടും കഴിയുന്നവനിക്കല്ലേ ഉള്ളൂ. അതേ സ്ഥാനത്ത് ജീവിതത്തിലുടനീളം കൽപ്പിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രം, 5 വക്ത് നിസ്കാരങ്ങൾ. അത് അള്ളാഹു കൽപ്പിച്ച പോലെ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ഒന്നും ചെയ്യാതിരിക്കുക. ഇത്തഖിൽ മഹാരിം തഖുൻ അഅബദന്നാസ്. വലിയ ഇബാദത്തുകാരനാവാൻ നിങ്ങളുടെ ബിസിനസ് ഒഴിവാക്കണം, നിങ്ങളുടെ കൃഷി ഒഴിവാക്കണം, ഡ്യൂട്ടി ഒഴിവാക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല, പറയാനും പാടില്ല. അത് ശരിയല്ല. എല്ലാം ത്യജിക്കുക, വർജിക്കുക എന്നത്. സൂഫി ലോകത്തെ അജീയ നേതാവാണ്, സൂര്യ തേജസ്സാണ് ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു. മക്കഹനായ ഷഖീഖുൽ ബൽഖ് റളിയല്ലാഹു അൻഹു വലിയ ബിസിനസ്സുകാരനാണ്, കോടീശ്വരനാണ്. ഷഖീഖുൽ ബൽഖ് റളിയല്ലാഹു തആല തങ്ങൾ ഒരു തവണ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹുവിനെ കണ്ട് ആശീർവാദങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നു. ഞാൻ ബിസിനസ് തുടങ്ങട്ടെ, എനിക്ക് ആശീർവാദങ്ങൾ വേണം, എനിക്ക് ദുആ ചെയ്തു തരണം. അങ്ങനെ ദുആ ചെയ്തു പോയി. ദിവസങ്ങൾ കഴിഞ്ഞ് ഷഖീഖുൽ ബൽഖ് റളിയല്ലാഹു തആല തങ്ങൾ ഇബാദത്തൊക്കെ ബിസിനസ്സൊക്കെ ഒഴിവാക്കി ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹുവിനെ പോലെ ഇബാദത്ത് എടുത്ത് കൂടുന്ന രൂപമാണ് കാണുന്നത്. നിങ്ങളല്ലേ ബിസിനസ്സിന് വേണ്ടി പോയി, നിങ്ങൾ ബിസിനസ്സല്ലേ? പറഞ്ഞു, ഞാൻ യാത്ര മധ്യേ ഒരു പക്ഷിയെ കണ്ടു. ആ പക്ഷി ചിറകൊടിഞ്ഞ പക്ഷിയാണ്, കാഴ്ചക്ക് കുറവുണ്ട്, അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വൈകല്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു, ഈ പക്ഷി എങ്ങനെ ജീവിക്കും, എന്തായിരിക്കും അതിൻ്റെ ഗതി? ഞാൻ അങ്ങനെ നന്നായി നിരീക്ഷിച്ചു. അപ്പോൾ സമയാസമയങ്ങളിൽ
വേറെ പക്ഷി വന്നിട്ട് അതിൻ്റെ ഭക്ഷണം ഇങ്ങനെ വായിലിട്ട് കൊടുക്കുന്നത് കണ്ടു. അപ്പം എനിക്കൊരു കാര്യം ഉറപ്പായി, ഇവിടെ മാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ റബ്ബ് ഉണ്ടല്ലോ. ആ റബ്ബ് എനിക്കും ഭക്ഷണം തരുമല്ലോ. ഞാൻ എന്തിന് ഇങ്ങനെ കഷ്ടപ്പെട്ട് ബിസിനസ് നടത്തണം? എൻ്റെ ജീവിതോപാധിക്കല്ലേ അത് റബ്ബ് എനിക്ക് ചെയ്തു തരൂലേ? ആ പക്ഷിക്ക് കൊടുക്കുന്നെങ്കിൽ എനിക്ക് റബ്ബ് തരൂലേ? ഞാൻ എൻ്റെ ബിസിനസ് വേണ്ടെന്ന് കരുതി തീരുമാനിച്ചതാണ്. ആ സമയത്ത് മഹാന ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തങ്ങൾ ഷഖീഖുൽ ബൽഖ് റളിയല്ലാഹു ചോദിച്ച ചോദ്യമുണ്ട്. നിങ്ങൾ 2 പക്ഷിയെ കണ്ടില്ലേ? ഒന്ന് ചിറകൊടിഞ്ഞ, നടക്കാൻ പറ്റാത്ത, പറക്കാൻ പറ്റാത്ത, വൈകല്യങ്ങൾ നടന്ന പക്ഷി. മറ്റൊന്ന് സമയാസമയങ്ങൾ വന്ന് അതിൻ്റെ ഭക്ഷണം കൊടുക്കുന്ന പക്ഷി, അതിനെ സംരക്ഷിക്കുന്ന പക്ഷി. ഇതിലേത് പക്ഷിക്കാണ് ഏറ്റവും കൂടുതൽ പുണ്യം? ഏതിനാണ് ഏറ്റവും കൂടുതൽ നല്ല പക്ഷി നിങ്ങൾ ഇഷ്ടപ്പെട്ടത്? പറഞ്ഞത് സമയാസമയങ്ങളൊന്ന് ഭക്ഷണം കൊടുക്കുന്ന പക്ഷിക്ക്. എന്നാൽ നിങ്ങൾക്കെന്താ അങ്ങനെ ആയിക്കൂടെ? നിങ്ങൾ എന്തിനാ മറ്റൊരാൾ ഔദാര്യം സ്വീകരിച്ച് ജീവിക്കണം നിങ്ങൾ കരുതുന്നത്? അത് എത്രമാത്രം വലിയ അബദ്ധമാണ്. നിങ്ങൾ ചെയ്യരുത്. അങ്ങനെയാണ് ഷഖീഖുൽ ബൽഖ് റളിയല്ലാഹു തആല തങ്ങൾ ആ ഉപദേശം കേട്ടുകൊണ്ട് ബിസിനസ് മോശമല്ല, ധാരാളം ബിസിനസ്സുകാർ ഇതിലുണ്ടാകും. കോഴിക്കോട്ടായതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സ്വലാസങ്ങൾ പഠിപ്പിക്കുന്നു, അത്താജിറു സദൂഖ് യുഹ്ശറു മൽ അംബിയാഇ വൽ മുർസലീൻ, സത്യസന്ധനും വിശ്വസ്തനുമായ കച്ചവടക്കാരൻ അംബിയാക്കള് മുർസലീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടപ്പെടുന്നവരാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 12ാമത്തെ വയസ്സിൽ ഇന്റർനാഷണൽ ബിസിനസ്സിൽ പോയിട്ടുണ്ട്, ഷാമിലേക്ക് പോയിട്ടുണ്ട്. സ്വഹാബാക്കൾ ഖുലഫാഉർ റാഷിദീങ്ങൾ അബൂബക്കർ സദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിസിനസ്സുകാരനാണ്. അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ബിസിനസ്സുകാരനാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബിസിനസ് പറയേണ്ടതില്ല. നിങ്ങൾക്കറിയാമോ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ ഇപ്പോഴും അറാജി ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് നാക്കൾ. എന്തൊരു അത്ഭുതമാണ് മാഷാ. അവിടെ സ്വത്തിൻ്റെ ആസ്തി നിങ്ങൾ മനസ്സിലാക്കണം. 9,000 കോടി രൂപയുടെ സ്വത്തിൻ്റെ ആസ്തി മഹാനായ ഉസ്മാൻ അഫ്ഫാൻ എങ്ങനെ ഉണ്ടാക്കിയതാണ്? ഷെയർ ബിസിനസ് നടത്തിയിട്ടല്ല, ഹറാമിൻ്റെ ലാഞ്ചനയില്ലാത്ത മഹാനോട് തന്നെ ചോദിക്കപ്പെട്ടു, നിങ്ങൾ എങ്ങനെയാണ് ഇതെല്ലാം നേടിയെടുത്തത്? അതിന് പേര് ഖുമാസിയാത്ത് ഉസ്മാൻ. 5 തിയറി ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ഒന്ന്, കുന്തു ആലിജ്, ബിസിനസ്സുകാർ ഇതിലുണ്ടാകുമല്ലോ, ഞാൻ ബിസിനസ്സുകാർക്ക് കൂടി പറയുന്നു. ഇപ്പം അടുത്ത് ധനം മാസികയിൽ വായിച്ചിട്ടുണ്ട്, ബിസിനസ്സുകാരിൽ 50% ആളുകളും 5 കൊല്ലത്തിനുള്ളിൽ നഷ്ടപ്പെട്ടു പോകും, പരാജയപ്പെട്ട് വീടും പറമ്പും ജപ്തി ചെയ്യേണ്ടി വരുന്നുണ്ട്, തൻ്റെ മുതൽ മുടക്ക് പോലും നഷ്ടപ്പെടുന്നു. എന്താണ്? 5 കാരണങ്ങൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കാൻ. നമ്മളെ ബിസിനസ് ഒട്ടും നഷ്ടം പറ്റൂല. പറഞ്ഞത് കുന്തു ആലിച്ചു, എൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഞാനൊരു വെന്റിലേറ്റർ പേഷ്യനെ കാണും പോലെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഹാർട്ടിൻ്റെ പൾസുകൾ, കിഡ്നിയുടെ വേരിയേഷന്, ബ്രെയിൻ്റേത്, എല്ലാ കാര്യങ്ങളും സദാസമയത്തും നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. അതപ്പോൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കും. എന്ന പോലെ ബിസിനസ്സുകാരൻ തൻ്റെ പർച്ചേസും തൻ്റെ സെയിൽസും തൻ്റെ അക്കൗണ്ട്സും തൻ്റെ എല്ലാ മാർക്കറ്റിങ്ങും അങ്ങനെ തുടങ്ങിയ പരസ്യം എല്ലാം സദാസമയത്തും എവിടെങ്കിലും ഒരു കുറവ് വന്നു പോയാൽ അപ്പോൾക്കപ്പം അത് നികത്തുക. ബിസിനസ് അങ്ങ് തുടങ്ങിയിട്ട് പിന്നെ ആരെന്ത് ആയിക്കോട്ടെ എന്ന് കരുതി പോയാൽ പെട്ടെന്ന് തൊലയും. അതേ സ്ഥാനത്ത് ഒരു ഹാർട്ട് പേഷ്യൻ്റ് എങ്ങനെ കാണുന്നോ എന്ന പോലെ തൻ്റെ ബിസിനസ്സിൻ്റെ അഖില മേഖലകളിലും സദാസമയത്തും ജാഗരൂകരായി ശ്രദ്ധാലുക്കളായി കഴിയുക. ഒന്ന്. രണ്ടാമത്തെ കുന്ത് അസ്തസ്മിർ, ബിസിനസ് തുടങ്ങി എന്തെങ്കിലും ലാഭം കിട്ടുമ്പോഴേക്കാ ലാഭം എടുത്തിട്ട് വലിയ വീട് വെക്കലോ വലിയ വാഹനം വാങ്ങലോ ദൂർത്തടിക്കലോ അല്ല. എനിക്കും എൻ്റെ ഭാര്യക്കും മക്കൾക്കും ജീവിക്കാൻ ആവശ്യമായി മിച്ചമുള്ളതൊക്കെ ഞാൻ വീണ്ടും അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ്
ചെയ്യും. ഞാൻ വീണ്ടും വീണ്ടും വലുതാക്കി വളർത്തിക്കൊണ്ടുവരും. മൂന്നാമത്തത് വലാ അഷ്തരി ഷെയ്ഖൻ, എപ്പോഴും മാർക്കറ്റ് സ്റ്റഡി നടത്തിയിട്ടായിരിക്കണം ഏത് ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോഴും. ഞാൻ പ്രോഫിറ്റബിൾ അല്ലാത്ത ഒന്നിലും ഞാനൊരു കാശ് മുടക്കൂല. അതിനെക്കുറിച്ച് ഞാൻ നല്ല മാർക്കറ്റ് സ്റ്റഡി ഞാൻ നടത്തും. എന്നിട്ടത് പ്രോഫിറ്റബിൾ ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാനത് ചെയ്യുള്ളൂ. വല അബ്ഖസു റിബ്ഹൻ, 1 രൂപ ലാഭം കിട്ടുന്ന ഒരു ഏർപ്പാടാണെങ്കിലോ ഞാനത് മുടക്കൂല. അതിൻ്റെ മാർഗങ്ങൾ ഞാൻ നോക്കി നിൽക്കുക തന്നെ ചെയ്യും. അഞ്ചാമത്തത് ജഅൽതുറൈസൈൻ, എൻ്റെ ക്യാപിറ്റൽ ഒന്നിൽ മാത്രം ആകൂല. ഒരു 2-3 കാര്യങ്ങൾ, ഒന്ന് നഷ്ടം വന്നാൽ മറ്റേ ലാഭം വരണം, അവിടെ അല്ലെങ്കിൽ ഇവിടെ ലാഭം ഉണ്ടാവണം. ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രമിച്ചാൽ മാത്രമല്ല, വേറെ കാരണം കൂടിയുണ്ട്. അത് ഉസ്മാൻ ഗഫാറുള്ളാഹു പറഞ്ഞിട്ടില്ല, ഏറ്റവും കൂടുതൽ സദഖ ചെയ്യുന്നവരും മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ, അപ്പം ബിസിനസ് ഒട്ടും തെറ്റല്ല. പക്ഷെ ആ സമയത്തും നമുക്ക് സത്യസന്ധത റബ്ബ് നടത്തിയാണ്. നമുക്ക് ഏത് ജോലിയാണ്, ഏത് ഡ്യൂട്ടിയാണെങ്കിലും അതെല്ലാം നമുക്ക് നിയ്യത്ത് നന്നാക്കിയാൽ അല്ലാഹു തആല എത്ര ഹസനാത്തുകളാണ് നമുക്ക് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ എന്ത് കച്ചവടക്കാരൻ കൃഷി തന്നെ, കർഷകൻ കൃഷി ചെയ്യണം. അപ്പോൾ കരുതണം, അഫ്ദുൽ മക്കാസിബ് അസ്സിറാഅ, പണ്ഡിതന്മാർ പറയുന്നത് ഏറ്റവും നല്ലത് കൃഷിയാണ്. എൻ്റെ കൃഷി കൊണ്ട് എത്ര അണ്ണാനും പക്ഷികളും മനുഷ്യതര ജീവജാലങ്ങളും പട്ടി മാറ്റുന്നു. എത്ര ആളുകൾ അവിടെ പക്ഷികൾ കൂടുകൂട്ടുന്നു, സുഭിക്ഷമായി കഴിയുന്നു. അവിടെ എത്ര ഇഴജന്തുക്കൾ സുഭിക്ഷമായി അവിടെ കഴിയുന്നു. അപ്പോൾ കുറേ ജീവജാലങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന കൃഷിയിലൂടെ സംരക്ഷണം ഉണ്ടാവും. അത് കുറേ ആളുകൾക്ക് തണലാകും. അതിൻ്റെ ഇലകൾ ചവറ് വളങ്ങളായി മാറും. അപ്പോൾ ഇതെല്ലാം ചെയ്യാനാണ് ഞാൻ ഈ കൃഷി ചെയ്യുന്നത്. ബിസിനസ് അങ്ങനെ ഏത് മേഖലയിലാണെങ്കിലും നമുക്ക് നിയ്യത്ത് മനസ്സിലുണ്ടോ, അല്ലാഹു തആല നമ്മെ പരാജയപ്പെടുത്തുകയില്ല. അപ്പോൾ ഒന്ന് അൽ ഖൗഫു മിനൽ ജലീൽ, ജലീലായ റബ്ബിനെ പേടിക്കണം. 2 വൽ അമലു ബിത്തൻസീൽ, പരിശുദ്ധമായ ഫുർഖാൻ അളീം, പൂർണ്ണമായും ഖുർആൻ അല്ലാഹു റസൂൽ എന്താണോ പറഞ്ഞത്. മൂന്നാമത്തത് വൽ ഖനാഅത്തു ബിൽ ഖലീൽ, സാമ്പത്തികമായി ശരിക്കും ശ്രദ്ധിക്കണം. നോമ്പ് തുറക്കാൻ കടം വാങ്ങി നോമ്പ് തുറ സദ്യ വലുതാക്കരുത്. ലോണെടുത്ത് വീട് വെക്കരുത്. ഒരു കാര്യവും കടം വാങ്ങി ചെയ്തത്